എങ്ങനെ ഉണ്ടാക്കണ നാളികേരം നല്ലതുപോലെ കരുതി കഴിയുന്ന വെള്ളം കൂട്ടാതെ പിഴിഞ്ഞെടുത്ത് ഒന്നാം പാലെന്ന് പറയും. ആ ഒന്നാം പാല് ആണ് ഉപയോഗിക്കുന്നത്. കാരണം അതിൽ കുറവും എണ്ണയുടെ അംശം കൂടുതലുണ്ടാവും. അതുണ്ടാക്കുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. അപ്പം കഴിയുന്നതും ശരിക്കും ഓട്ടുപാത്രത്തിൽ ഇതുപോലെ വിറകടുപ്പിൽ തന്നെ വേണം. കാരണം ഈ രണ്ടും ഇതിന്റെ പ്രാധാന്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന്റെ പാത്രഭാഗം എന്ന് പറയും. അതായത് അതിന്റെ ടെമ്പറേച്ചർ ഈ ഓട്ടോറിലേക്ക് അങ്ങനെ ഒരു ഗുണമാണ്. ഇതേ സ്ഥാനത്ത് നിങ്ങൾ ഇരുമ്പോ അല്ലെങ്കിൽ ഇണ്ടാലിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള ചൂട് അതിനൊരു നിയന്ത്രണമില്ല. അത് പെട്ടെന്ന് ചൂടായി മാറും. അതിനൊരു സമയം അതേ ചൂട് നിലനിർത്താൻ ഒരു കഴിവ് കുറവാണ്. പെട്ടെന്ന് ചൂടാവും. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ചൂടാവുമ്പോഴൊക്കെ ഇതിന് ഒരുപക്ഷെ കരിയാനോ അല്ലെങ്കിൽ നിറം മാറാനൊക്കെ കൂടുതൽ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഓട്ടുപൊടിയിൽ ഇതുപോലെ നമ്മൾ കണ്ടു വിറക് പാകത്തിൽ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള തീ കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനിയൊരു കുറച്ചും കൂടി ഞങ്ങൾ ഭാഷയിൽ കക്കഞ്ഞി പറയും. പിന്നെ ചിലർ വേറെ ചിലതും പറയും. എന്തായാലും ഒരു ബ്രൗൺ കളറിൽ വരുന്ന നമ്മൾ ഇത് വാങ്ങി വെച്ച് പിന്നെ അതിൻ്റെ പാത്രം പിന്നീടാണ് ഈ പാത്രഭാഗം എന്ന് പറഞ്ഞ് ഉറപ്പ് വരുന്നത്. അത് പതുക്കെ അതിൻ്റെ ചൂട് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെന്ത ഔഷധം കിട്ടും. മാത്രമല്ല അത് വളരെയധികം ആരോഗ്യത്തിന് നല്ലതാണ്. നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു വൈദ്യനോടൊക്കെ ചോദിച്ച് ചെയ്യുകയാണെങ്കിൽ വേണ്ടെങ്കിൽ മേടിക്കുകയാണെങ്കിൽ ഇതൊരു ദിവ്യ ഔഷധം കൂടിയാണ്. ഓരോ സ്വാദ് മാത്രമല്ല, കുറച്ച് അധ്വാനിക്കാൻ തയ്യാറാവണം. നമുക്കൊരു ആരോഗ്യം വീണ്ടും തിരിച്ചു കിട്ടാൻ വലിയൊരു അവസരം ചെയ്യുന്ന സാധനമാണ് അന്ധവൽക്കരണം.